ഹായ് ഗായ്സ്, ഡേവിഡ് താര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ എൻ്റെ വെഡ്ഡിങ് സാരികളൊക്കെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വെഡ്ഡിങ് 2021 ഏപ്രിൽ 17-നായിരുന്നു. ഫ്രണ്ട്സിൻ്റെ മാരേജിനൊക്കെ കണ്ടിട്ടുണ്ട്. ഈ തലേ ദിവസം കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് സാരി കൊണ്ടുവന്ന് തരും. അങ്ങനെ ആ സാരി ആയിരിക്കും നമ്മൾ കല്യാണത്തിന് കൊടുക്കുക. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ഏരിയ തിരിച്ചാണോ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു ഇതിൽ നമ്മളാണ്, പെണ്ണിൻ്റെ വീട്ടുകാരാണ് കല്യാണ സാരി എടുക്കുന്നത്. താലി കെട്ടുന്ന സമയത്ത് എടുക്കുന്ന സാരി പെണ്ണിൻ്റെ വീട്ടുകാരാണ് എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈമാറുന്നൊരു സാരിയുണ്ട്, അത് ചെറുക്കൻ്റെ വീട്ടുകാർ തരുന്ന സാരിയാണ്. അപ്പം നമ്മൾ ആ സാരി ഉടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ താലികെട്ടിൻ്റെ സാരി എടുത്തപ്പോൾ ഞാൻ ആ സാരി ആദ്യം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ താലികെട്ടിനെടുത്ത സാരി കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. ഇതിൻ്റെ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരി. പക്ഷെ അധികം വിലയുള്ള സാരി കാര്യങ്ങളൊന്നുമല്ല. 9500 രൂപയാണ് ഈ സാരിക്കുള്ളൂ കേട്ടോ. കലൂർ പോത്തീസ് തുടങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ അവിടെ പോയി നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷനൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോത്തീസിൽ പോയിട്ടാണ് സാരി എടുക്കുന്നത്. നമ്മൾ ഈ കളറ് തന്നെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ അന്നൊരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു കളർ സാരി എടുത്തൊരു ബ്രൈഡിനെ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ കളറങ്ങ് പതിഞ്ഞുപോയി. അങ്ങനെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ സാരി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സാരി എടുക്കാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, എനിക്കിങ്ങനെ ഈ ഒരു ഷെയ്ഡ് സാരിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് അധികം കളക്ഷൻസ് ഒന്നും ഈ കളറിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട 2 സാരി ആണ് നമ്മൾ ഉടുത്തു നോക്കിയത്. ഗോൾഡൻ കളർ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് അതിനിടയ്ക്കാണ് വരുന്നത്. ഈ 2 സാരി നമ്മൾ മാറ്റി വെച്ചപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത്, അശ്വതി. അപ്പോൾ അവൾ കൂടി പറഞ്ഞു, ഇങ്ങനത്തെ സാരി മതി, ഇങ്ങനത്തെ പ്രിൻ്റ് വരുന്ന ആൻറ്റിക് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാരി തന്നെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സാരി നമ്മൾ സെലക്ട് ചെയ്ത് കേട്ടോ. ഇനി എനിക്ക് ഉടുക്കണം ഈ സാരി എന്നാണെങ്കിൽ എനിക്ക് വേറെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ ചേർന്നത് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. കാരണം ആ ബ്ലൗസ് എനിക്ക് എങ്ങും എത്തില്ല ഗൈസ്. അത് എനിക്ക് പറ്റില്ല, ഉടുക്കാൻ പറ്റില്ല. ബ്ലൗസ് എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ വേറെ ബ്ലൗസ് ഒക്കെ എടുത്താലാണ് ഈ സാരി ഉടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ താലികെട്ടിനെടുത്ത, ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത സാരി. ഇതാണ് എനിക്ക് പുടവ തന്ന സാരി കേട്ടോ. ഹസ്ബൻഡ് നമുക്ക് തരുന്ന സാരി. ഈ സാരി എടുത്തിട്ടാണ് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാം. ഈ സാരി അത്ര വില കൂടിയ സാരിയൊന്നുമല്ല. ഇതൊരു 5000-6000 റേഞ്ചിൽ നിന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ കൂടുതൽ കാണുന്ന സാരി എടുക്കുന്നതിനോട് വലിയ പ്രിയം ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവർക്കും, ബാക്കി നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളർ കുറച്ച് കൂടുതൽ കാണുന്ന ഒരു സാരി എടുക്കണം എന്നായിരുന്നു അവരുടെ ഒരു ഇഷ്ടം. അപ്പോൾ നമ്മൾ അതിനങ്ങ് സമ്മതിച്ചു കൊടുത്തു. അപ്പം ഞാൻ അവരുടെ ഒരു ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് ഈ സാരി എടുത്തത് കേട്ടോ. ഇത് നമ്മൾ കലൂർ പോത്തീസിൽ നിന്നാണ് എടുത്തത്. ഈ സാരി പിന്നെ ഞാൻ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങിനാണ് ഈ ഒരു സാരി എടുത്തത്. അപ്പോൾ ഇതും ഞാൻ 2ാമത് ഉടുത്ത സാരിയാണ്. ഇതും നമുക്ക് ചെറുക്കൻ്റെ വീട്ടിൽ നിർത്തുന്ന സാരിയാണ്. ഇതൊരു 2500 ആ ഒരു റേഞ്ചിൽ വന്ന സാരിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ 4ാമത്തെ ദിവസം നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ സാരി ഉടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് സാരി എന്നാണ് പറയുന്നതാണ് എനിക്ക് തോന്നണേ. ഈ സാരി ഉടുത്തിട്ടാണ് നമ്മൾ വരിക. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലായിരുന്നു. അപ്പോൾ സാരി എടുക്കാൻ പോയപ്പോഴും ഇങ്ങനെ ഒരു സാരി എടുക്കണമെന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സാരി ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ചേച്ചിക്ക് അങ്ങനെ ഒരു സാരി എടുത്തായിട്ട് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. പിന്നെ അവളുടെ 4ാമത്തെ ദിവസം അവൾ വന്ന ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാനന്ന് സ്കൂളിൽ പോയിക്കായിരുന്നു, എനിക്കത് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ പോയിക്കണുണ്ട്. അവൾ എങ്ങനെയാണ് വന്നതെന്ന് ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സാരി ഉണ്ട്. പക്ഷെ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതെടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്തൊരു സാരിയാണ് ഈ സാരി. ഞാൻ 2-3 തവണയൊക്കെ എടുത്തിട്ടുണ്ട്. പല പല ഫങ്ഷൻസിനോ അതുപോലെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടും ഒക്കെ ഞാൻ ഈ സാരി എടുത്തിട്ടുണ്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഞാൻ ഈ സാരികൾ കാണിച്ചു കൂട്ടത്തിൽ ഈ ഒരു സാരി കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ
സാരി എടുക്കാൻ നമ്മൾ താലികെട്ടിനെടുത്ത് സാരി എടുക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ചിറ്റ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ അനിയത്തി. അപ്പം നിഷച്ചിറ്റ എനിക്ക് മേടിച്ചു തന്ന സാരിയാണ്. നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ചിറ്റ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി നീ പോയി എടുത്തോ, ഒരു ഗിഫ്റ്റ് പോലെ നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഓടിപ്പോയി. നമ്മൾ അവസരം പാഴാക്കിയില്ല, നമ്മൾ ഓടിപ്പോയി ഞാൻ എടുത്തൊരു സാരിയാണ്. എനിക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യേണ്ടൊന്നും വന്നില്ല. കുറേ സാരികൾ അങ്ങനെ കിടക്കുന്നതിൽ അമ്മയ്ക്ക് അതിനു മുമ്പ് സാരി നോക്കിയപ്പോൾ ഇതൊക്കെ നമ്മളുടെ കണ്ണിൽപ്പെട്ട സാരികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിറ്റേൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ച് നിർത്തിയൊരു സാരിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇരിങ്ങോൾക്കാവിൽ വെച്ചിട്ടൊരു കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു സാരി എടുത്തൊരു സേവ് ദ ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ ക്യാമറയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിങ്ങോൾക്കാവിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ഉടുത്ത സാരി ഇതാണ്. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്, കളറൊക്കെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ എനിക്കും ഭയങ്കര പ്രിയപ്പെട്ടൊരു സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. പക്ഷേ ഇതിനൊക്കെ ഞാൻ ഇനി ഉടുക്കണം എന്നാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ ബ്ലൗസ് വേറെ നമ്മൾ എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ഗതികേടാണ്. കാരണം ഞാൻ ഒരുപാട് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഴയ ബ്ലൗസ് കാര്യങ്ങളൊന്നും എനിക്ക് പാകാവില്ല. പിന്നെ അമ്മ ഇതിന് ചേർന്നൊരു തുണി എടുത്തിട്ട് അമ്മ ഒരു ബ്ലൗസ് തച്ചായിരുന്നു. അമ്മ ഉടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 തവണയൊക്കെ എൻ്റെ അമ്മ ഈ സാരി ഉടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. സാരി കളക്ഷൻ്റെ ഒരു വീഡിയോ ഒന്നുമല്ല, എൻ്റെ വെഡ്ഡിങ് സാരി, ആ സമയത്ത് എടുത്ത സാരി, വെഡ്ഡിങ് ആയിട്ട് ബന്ധപ്പെട്ടെടുത്ത സാരികൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.